ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു 2 തക്കാളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 4 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, തേങ്ങാക്കൊത്ത്, പിന്നെ കൊച്ചുള്ളി, ഒരു 2 സവാള, 1 കിലോ എല്ലോട് കൂടിയ ബീഫാണിത്. പിന്നെ മസാലപ്പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല. കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തു. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തു. സവാള ഒന്ന് വാടിയതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്തു. തക്കാളിയുടെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. അതൊന്ന് വാടിയതിന് ശേഷം നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും പച്ചമുളകും ചേർത്ത് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. അതൊന്ന് വാടിയതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഈ എല്ലോട് കൂടിയ ബീഫ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ബീഫും മസാലകളും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു 6 വിസിൽ വരണം. ഓരോ ബീഫിനനുസരിച്ച് ഓരോ ബീഫിൻ്റെ വേവനുസരിച്ചായിരിക്കും. ഇതൊരു 6 വിസിൽ കൊണ്ട് ഈ ബീഫ് വെന്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കപ്പ ഇങ്ങനെ ചെറുതാക്കി കൊത്തി അരിയണം. ഈ കപ്പയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് കപ്പ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കപ്പ നന്നായിട്ട് വേവിച്ചിട്ട് അത് നമുക്ക് ഇത് വേവിച്ച് അത് ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ആ ബീഫിൻ്റെ കറിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങാണ്ട് അതും എടുത്ത് വെച്ചെടുക്കുന്ന കറിവേപ്പിലയും പിന്നെ നമ്മൾ ഈ വാട്ടി വെച്ച ചെറിയുള്ളിയും കൂടെ ഈ കപ്പ ബിരിയാണിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്നത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ശരിക്കും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റിയായ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.